Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഓൺലൈൻ ലൈബ്രറീസിനെ കുറിച്ച്. ഓൺലൈനായിട്ടുള്ള ലേണേഴ്സിന് ലൈബ്രറീസിൻ്റെ ഫെസിലിറ്റി കൂടി നമുക്കതിലൂടെ ലഭ്യമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഓൺലൈൻ ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഏത് തരത്തിലുള്ള അറിവുകളെയും റിട്രീവ് ചെയ്യാനുള്ള തിരിച്ച് ആവശ്യപ്രകാരം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഓൺലൈൻ ലൈബ്രറിയിൽ വരുന്നത്. ഡിജിറ്റൽ ലൈബ്രറീസിനെ തന്നെയാണ് നമ്മൾ പല പേരിൽ പറയപ്പെടുന്നത്. ഇലക്ട്രോണിക് ലൈബ്രറി, വെർച്വൽ ലൈബ്രറി, ലൈബ്രറീസ് വിത്തൗട്ട് വാൾസ് ആൻഡ് ഹൈബ്രിഡ് ലൈബ്രറി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു ഓൺലൈൻ ലൈബ്രറീസ് തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടും എന്താ വെച്ചാൽ നമുക്ക് ബുക്കിൻ്റെ കോപ്പികൾ, ജേണൽസ് ഇതെല്ലാം അവൈലബിൾ ആണ് യൂസേഴ്സിന്. പലതരത്തിലുള്ള മെറ്റീരിയൽസും ക്ലാസിക്സ് വിച്ച് ഹാവ് നോ കോപ്പി റൈറ്റ്, ഡിജിറ്റൽ ഫോർമാറ്റ്സ് ആൻഡ് ആക്സസിബിൾ ബൈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവയെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ഡെഫിനേഷൻസ് ഡിജിറ്റൽ ലൈബ്രറിയെ കുറിച്ച് തന്നിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ നോട്ട് ചെയ്യാം. അപ്പോൾ ഡിജിറ്റൽ ലൈബ്രറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഓർ ഫങ്ഷൻസ് യൂസേഴ്സ് ടിപ്പിക്കലി പെർഫോം ദ റിസോഴ്സസ് ദ ആക്സസ് ഇൻ ട്രഡീഷണൽ ലൈബ്രറി. ഒരു സാധാരണ ലൈബ്രറിയിൽ, ട്രഡീഷണൽ ലൈബ്രറിയിൽ നമുക്ക് പോകുമ്പോൾ എന്തൊക്കെ റിസോഴ്സുകളാണോ അവൈലബിൾ ആവണമെന്ന് അതെല്ലാം ഒരു ഇലക്ട്രോണിക് മാധ്യമം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടുകയാണെങ്കിൽ അതേ തന്നെയാണ് എന്ത് പറയുന്നത്? ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓൺലൈൻ ലൈബ്രറിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടെക്നോളജി കളക്ട് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഡിജിറ്റൽ കമ്പ്യൂട്ടിങ് വരുന്നുണ്ട്, സ്റ്റോറേജ്, കമ്മ്യൂണിക്കേഷൻ മെഷീനറി ടുഗെദർ വിത്ത് എ കണ്ടന്റ് ആൻഡ് സോഫ്റ്റ്വെയർ നീഡഡ് ടു റീപ്രൊഡ്യൂസ്. അത് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഇമിറ്റേറ്റ് ചെയ്യാനും അതിൻ്റെ സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യാനും എല്ലാം നമുക്കിതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് മെറ്റീരിയൽസ് നമുക്ക് എത്ര വേണമെങ്കിലും സെർച്ച് ചെയ്യാനും അത് ആർക്ക് വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ഇതിലൂടെ സാധിക്കുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ചിലവുമില്ലാതെ എളുപ്പത്തിൽ ടൈം സ്പെൻഡ് ചെയ്യാതെ നമുക്ക് എക്വയർ ചെയ്യാൻ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഒരുപാട് എക്വയർ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ അവിടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കളക്ഷൻ ഓഫ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം. അപ്പോൾ ഇതിൽ വെറും ഒരു ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ കളക്ട് ചെയ്യുക മാത്രമല്ല, അവിടെ നമുക്ക് ബ്രൗസറിൻ്റെ ഒരു ഇൻ്റർഫേസും വെർച്വൽ സ്പേസും ഒക്കെ നമുക്കവിടെ ലഭ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഇനി മറ്റുള്ള ലൈബ്രറി എങ്ങനെയാണ്? സാധാരണ നമ്മൾ പോകുമ്പോൾ ആ ലൈബ്രറിക്ക് ഒരു സ്ഥലം ആവശ്യമാണ്, ബിൽഡിംഗ് ആവശ്യമാണ്, ഷെൽഫുകൾ ആവശ്യമാണ്. പക്ഷേ അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു ലൈബ്രറിക്ക് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ലെസ് സ്പേസ് എന്ന് പറയുന്നത്. വളരെ കുറച്ച് സ്ഥലം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളെ അവിടെ സ്പീഡോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നോ ഫിസിക്കൽ ബൗണ്ടറി. ഇനി നമുക്ക് കാണുന്ന തരത്തിലുള്ള ഒരു അതിർത്തികളും അതിർവരമ്പുകളും ഇല്ലാത്തതാണ് എന്ത് ഈ ഒരു ഓൺലൈൻ ലൈബ്രറി എന്ന് പറയുന്നത്. എവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആണെങ്കിൽ ആർക്കും അത് സാധ്യമാണ്. ഒരു റൗണ്ടഡ് ദ ക്ലോക്ക് അവൈലബിലിറ്റി എന്ന് പറയുന്നത് 24 അവേഴ്സും നമുക്കിത് ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാം. സാധാരണ ലൈബ്രറി ആകുമ്പോൾ അതിലൊരു ടൈം ഉണ്ടാവും, നമുക്ക് അതിനുള്ളിൽ മാത്രമാണ് സേവനം ലഭ്യമാവുള്ളൂ. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഏത് പാതിരാത്രിക്കും നമുക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്കിത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മൾട്ടിപ്പിൾ ആക്സസ്, ഒന്നിലധികം സെയിം റിസോഴ്സ് തന്നെ നമുക്കിപ്പോൾ ഒരു ബുക്സ് റെഫർ ചെയ്തു എന്ന് വിചാരിക്കുക. ആ സെയിം ടൈമിൽ തന്നെ വീണ്ടും വീണ്ടും എത്ര തവണ വേണമെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം, ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. ആൻഡ് സ്ട്രക്ചേർഡ് അപ്രോച്ച്, ഒരു കൃത്യമായിട്ടുള്ള കണ്ടന്റ്, അതായത് ഡിജിറ്റൽ ലൈബ്രറിയിൽ നമുക്ക് ആക്സസ് ചെയ്യുമ്പം ഒരു സാധാരണ സ്ട്രക്ചേർഡ് മാനറിൽ തന്നെ ആ ഒരു കണ്ടന്റ് നമുക്ക് എത്ര വേണമെങ്കിലും അവിടെ ആക്സസ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ കാറ്റലോഗുകളൊക്കെ നമുക്ക് ഓരോ ബുക്കിൻ്റെയും നോക്കാനും അതിൻ്റെ പെർട്ടിക്കുലർ ചാപ്റ്റേഴ്സ് എടുക്കാനും ഒക്കെ നമുക്ക് എളുപ്പമായിരിക്കും. കാരണം അതിലൊരു മെയിൻ മെനു പോലെ ഉണ്ടാവും. ബുക്ക് സെലക്ട് ചെയ്യുക, അതിൽ ഏത് പേജാണ് ഏത് കണ്ടന്റാണ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ അതിൽ എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇൻഫർമേഷൻ റിട്രീവൽ, യൂസർ ഒരിക്കലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വേർഡോ ഫ്രേസോ ടൈറ്റിലോ നെയിമോ സബ്ജക്റ്റോ ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റയർ കളക്ഷനും നമുക്ക് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടൊരു ഇൻ്റർഫേസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് ജസ്റ്റ് ഒരു ക്ലിക്കബിൾ ആക്സസ് ടു ഇറ്റ്സ് റിസോഴ്സസ്, അതിൻ്റെ റിസോഴ്സിലേക്ക് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്.
ആൻഡ് സ്പേസ് ആണ് വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. കാരണം ഒരു ട്രഡീഷണൽ ലൈബ്രറി ആകുമ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറേജ് സ്പേസ് വലിയൊരു വിഷയമാണ്. ഡിജിറ്റൽ ലൈബ്രറിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ വരുന്നില്ല. To store much more information simply because digital information requires very little physical space to contain them. വളരെ കുറവായിട്ടുള്ളൊരു ഫിസിക്കൽ സ്പേസ് മാത്രമാണ് ഒരുപാട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ ആവശ്യം വരുന്നുള്ളൂ. 7ാമത്തെ പോയിന്റിൽ പറയുന്നത് ലിങ്കിങ് ആണ്. ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡിജിറ്റൽ ലൈബ്രറി ക്യാൻ പ്രൊവൈഡ് എ ലിങ്ക് ടു എനി അതർ റിസോഴ്സസ് ഓഫ് അതർ ഡിജിറ്റൽ ലൈബ്രറീസ് വെരി ഈസിലി. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള അടുത്ത സൈറ്റിലേക്ക് നമുക്ക് അതിലൂടെ തന്നെ മൂവ് ചെയ്യാം. അതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അതിൻ്റെ റിസോഴ്സുകളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യാമെന്നാണ് പറയുന്നത്. 8ാമത്തെ പോയിന്റിൽ പറയുന്നത് കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് എ ഡിജിറ്റൽ ലൈബ്രറി ഈസ് ലോവർ ദാൻ ദാറ്റ് ഓഫ് എ ട്രഡീഷണൽ ലൈബ്രറി. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ലൈബ്രറി നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചിലവ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു സാധാരണ ലൈബ്രറി നടത്തിക്കൊണ്ടതിനെക്കാട്ടിലും വളരെ കുറവായിരിക്കും. ട്രഡീഷണൽ ലൈബ്രറി ആകുമ്പോൾ നമുക്കറിയാലോ ഒരുപാട് പൈസ എന്തിനു വേണം, അവിടുത്തെ സ്റ്റാഫിന്, അവിടുത്തെ ബുക്കുകൾ വാങ്ങിക്കാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ, റെൻറ്റ് കൊടുക്കാൻ, അഡീഷണൽ ബുക്ക് വാങ്ങാൻ, ഒരുപാട് ചിലവുകൾ അവിടെ വരും. പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പം വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഇത് ഓൺലൈൻ ലൈബ്രറി കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഓൺലൈൻ ലൈബ്രറിയുടെ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ്? എല്ലാറ്റിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് വരുന്നുണ്ട്. ഇത് കോസ്റ്റ്ലി അഫെയർ ആണെന്നുള്ളതാണ് പറയുന്നത്. പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് വരുമ്പം അതിൻ്റെതായ ചിലവുകൾ അവിടെ വരുന്നുണ്ട്. പിന്നെ ടെക്നോളജി ഒബ്സൊളീറ്റ് ചെയ്ത് പോകും. ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലഹരണപ്പെടുക. എല്ലാ ടെക്നോളജി എല്ലാ കാലത്തും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഹാർഡ്വെയർ ആയിക്കോട്ടെ, സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു കാലാവധി കഴിയുമ്പം അത് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും. സ്റ്റോറേജ് മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് ഒരുപാട് ഡാറ്റ ക്രിയേറ്റേഴ്സും പബ്ലിഷേഴ്സും ഒക്കെ വരുന്നതുകൊണ്ട് ഓരോരുത്തർ അവരവരുടെ സ്പേസ് അവിടെ ഡോമിനേറ്റ് ചെയ്ത് പോകണം. പിന്നെ ഒരു ട്രെയിൻഡ് മാൻ പവർ വേണം ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യൂസർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അത് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം, ഒരു ട്രെയിനിങ് കിട്ടിയിരിക്കണം. ആൻഡ് സെക്യൂരിറ്റി പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഹാക്കിങ്ങോ സബോട്ടേഷോ അങ്ങനെയുള്ള അട്ടിമറി നടത്തുക, സബോട്ടാഷ് എന്നാണ് അത് പറയുക. ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത. അങ്ങനെ ഒരു ഓൺലൈൻ വഴി ഉണ്ടാവുന്ന ചില ത്രെട്ടുകൾ ഏതിനും ബാധകമാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ ലൈബ്രറിക്കും ബാധകമാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഏതൊക്കെയാണ്? ഓൺലൈൻ ലൈബ്രറി എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കാരണം നെക്സ്റ്റ് അടുത്തതൊരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നെക്സ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എന്താണ് മൂക്ക് എന്ന് പറയുന്നത്? മാസീവ് ആയിട്ടുള്ള ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് കൂടിയാണ്. അപ്പോൾ നമുക്കതൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓൺലൈൻ ലൈബ്രറിയുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പറഞ്ഞ ജസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണ് ഓൺലൈനിൽ, ഈ 3 പോയിന്റുകളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എന്തായാലും നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ 3rd സെമ്മിൻ്റെ 3 പേപ്പേഴ്സ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, കുറേ ആളുകൾ പറയുന്നുണ്ട് അതൊരു ഓർഡറിൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഹെഡിങ് കാണും, പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണോ വേണ്ടത് ആ സബ്ജക്റ്റിൻ്റെ മാത്രം വീഡിയോസ് തന്നെ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ അത് കാണാൻ സാധിക്കും. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ പറയാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമിനോട് അടുത്ത് വരുമ്പം പഴയ കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് നമ്മൾ എന്തായാലും ഒന്ന് റിവ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിന് മുന്നത്തെ സമയത്തുള്ള വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. കുറേ ഇത് നമ്മൾ ആൻസേഴ്സോട് കൂടിയിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ആൻസർ കീ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഈ 3rd സെമ്മിലെ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വെച്ചാൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി പോവുക. പിന്നെ എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാമിനോട് അടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്.
അപ്പോൾ വീഡിയോ എപ്പോഴും സ്കിപ്പ് ആവാതെ തന്നെ കാണുക. കാരണം ഇടയിൽ നമ്മൾ ഒരുപാട് പോയിന്റുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാതെ അത് വിട്ടു പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ബാക്കി 3 സബ്ജക്റ്റ് ഓൾറെഡി അപ്ലോഡഡ് ആണ് കേട്ടോ. അപ്പോൾ അത് വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു.